ഹായ് ഫ്രണ്ട്സ്, സ്റ്റോക്കുകൾ വാങ്ങുമ്പോൾ അത് ഫെയർ വാല്യുവേഷനിലാണോ, അതല്ല അണ്ടർ വാല്യൂഡ് ആണോ, അതല്ല ഓവർ വാല്യൂഡ് ആണോ എന്നൊക്കെ തിരിച്ചറിയാൻ നമ്മെ സഹായിക്കുന്ന പല ഫണ്ടമെൻ്റൽ റേഷ്യോസും നമുക്ക് ഈ ഫണ്ടമെൻ്റൽ റേഷ്യോ അനാലിസിസ് ചെയ്യുന്ന സമയത്ത് കാണാൻ കഴിയും. ഇപ്പോൾ പി റേഷ്യോ അഥവാ പ്രൈസ് ടു ഏർണിംഗ് റേഷ്യോ ആണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഈ വാല്യുവേഷൻ കണക്കാക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന റേഷ്യോ. ഇപ്പോൾ പി റേഷ്യോ അഥവാ പ്രൈസ് ടു ഏർണിംഗ് റേഷ്യോ, അത് ഇവിടെ പറയുന്ന ഈ പ്രൈസ് എന്നത് കറണ്ട് മാർക്കറ്റ് പ്രൈസാണ്. ഏർണിങ്സ് എന്നാൽ ഏർണിങ്സ് പെർ ഷെയർ ആണ്. അപ്പോൾ ഏർണിങ്സ് പെർ ഷെയർ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മളൊരു ബിസിനസ് നടത്തി 1000 രൂപ ലാഭം ഉണ്ടാക്കി എന്ന് കരുതുക, അഥവാ 1000 രൂപ നെറ്റ് പ്രോഫിറ്റ് ഉണ്ടാക്കി എന്ന് കരുതുക. അപ്പോൾ നമ്മുടെ ബിസിനസ്സിൽ 200 ഷെയർ ഹോൾഡർമാരുണ്ട് എന്നും കരുതുക. അങ്ങനെയാണെങ്കിൽ ഈ 1000 രൂപ 200 പേർക്ക് വിഭജിച്ചാൽ ഒരാൾക്ക് 5 രൂപ കിട്ടും. ഇതാണ് ഏർണിംഗ് പെർ ഷെയർ. അപ്പോൾ കമ്പനികളുടെ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ അഥവാ പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെൻറ്റിൽ ഇത് കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ടാകും. ഓരോ വർഷവും എത്രയായിരുന്നു ഏർണിംഗ് പെർ ഷെയർ എന്ന് നമുക്ക് കൃത്യമായിട്ട് ഇവിടെ കാണാൻ കഴിയും. അപ്പോൾ ഈ ഏർണിംഗ് പെർ ഷെയറിനെ കറണ്ട് മാർക്കറ്റ് പ്രൈസ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന ഒരു റേഷ്യോ ഉണ്ട്. അതിനെയാണ് നമ്മൾ PE റേഷ്യോ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ സൂചിപ്പിച്ച ഉദാഹരണത്തിൽ സ്റ്റോക്കിൻ്റെ വില 100 രൂപയാണ് എന്ന് കരുതുക, ഏർണിംഗ് പെർ ഷെയർ 5 രൂപയാണെന്നും കരുതുക. അപ്പോൾ 100നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് 20 എന്ന വാല്യൂ ആണ് കിട്ടുക. അപ്പോൾ ഈ 20 നമ്മുടെ സ്റ്റോക്കിൻ്റെ PE റേഷ്യോ. അപ്പോൾ PE റേഷ്യോ ഏറ്റവും കുറഞ്ഞ സ്റ്റോക്കുകളാണ് പൊതുവെ അണ്ടർ വാല്യൂഡ് ആയിട്ടുള്ള സ്റ്റോക്കുകൾ എന്ന് നാം പറയാറുള്ളത്. അപ്പോൾ PE റേഷ്യോയുടെ അടിസ്ഥാനത്തിൽ സ്റ്റോക്ക് സെലക്ട് ചെയ്യുമ്പോൾ ഈ PE റേഷ്യോ കുറഞ്ഞ സ്റ്റോക്കുകളെല്ലാം നല്ല സ്റ്റോക്കാണ് എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ കഴിയില്ല. കാരണം ഒരു സ്റ്റോക്ക് ചിലപ്പോൾ ലോ PEയിൽ ട്രേഡ് ചെയ്യാനുള്ള കാരണം അതിൻ്റെ ഏർണിംഗ് പെർ ഷെയർ നന്നായിട്ട് കുറഞ്ഞതുകൊണ്ടായിരിക്കാം. അങ്ങനെ നമ്മൾ PE റേഷ്യോ ബേസ് ചെയ്തുകൊണ്ട് ഒരു സ്റ്റോക്ക് എടുക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നുമാണ് ഈ വീഡിയോയിൽ ഞാൻ ഉദാഹരണം സഹിതം വിവരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും R4Iയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ 100 രൂപ കറണ്ട് മാർക്കറ്റ് പ്രൈസുള്ള ഒരു സ്റ്റോക്കിൽ 5 രൂപയാണ് ഏർണിംഗ് പെർ ഷെയർ എന്നാകുമ്പോൾ അതിൻ്റെ PE 20 ആയിരിക്കുമെന്ന് ഞാൻ പറഞ്ഞു. ഈ PEയിൽ മാറ്റം വരണമെങ്കിൽ ഒന്നുകിൽ പ്രൈസ് കൂടണം, അല്ലെങ്കിൽ പ്രൈസ് കുറയണം, അല്ലെങ്കിൽ ഏർണിംഗ് പെർ ഷെയർ കൂടണം, അല്ലെങ്കിൽ ഏർണിങ്സ് പെർ ഷെയർ കുറയണം. അപ്പോൾ ഇവിടെ ഏർണിങ്സ് പെർ ഷെയർ കൂടുകയും എന്നാൽ സ്റ്റോക്കിൻ്റെ പ്രൈസ് ഒന്നുകിൽ മാറ്റമില്ലാതെ തുടരുകയും അല്ലെങ്കിൽ സ്റ്റോക്കിൻ്റെ പ്രൈസ് കുറയുകയും ചെയ്യുകയാണെങ്കിൽ നമുക്ക് ലോ PEയിൽ സ്റ്റോക്കുകൾ കിട്ടും. ഉദാഹരണത്തിന് ഐഷർ മോട്ടേഴ്സ് എന്ന ഓട്ടോ സ്റ്റോക്ക് നമുക്ക് നോക്കാം. റോയൽ എൻഫീൽഡ് എന്ന ഐക്കോണിക് ബ്രാൻഡ് മോട്ടോർ സൈക്കിൾ മാനുഫാക്ചർ ചെയ്യുന്ന, കൂടാതെ വോൾവോ കമ്പനികളിൽ പ്രധാന സ്റ്റേക്കൊക്കെയുള്ള ഐഷർ മോട്ടേഴ്സിന് 1,03,865 കോടി മാർക്കറ്റ് ക്യാപ്പുള്ള ഒരു വലിയ കമ്പനിയാണ്. ഇതിൻ്റെ PE ഒരു ഘട്ടത്തിൽ 74 എന്ന ഫിഗറിലേക്ക് പോയിരുന്നു. സ്റ്റോക്കിൻ്റെ കറണ്ട് PE 29 മാത്രമാണ്. അതായത് ഏകദേശം 50% താഴെ അതിൻ്റെ PE ഇപ്പോൾ വന്നിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സ്റ്റോക്കിൻ്റെ 52 വീക്ക് ഹൈ പ്രൈസ് 1202 രൂപയിലാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അത് ഓൾ ടൈം ഹൈ പ്രൈസാണ്. അപ്പോൾ ഈ സ്റ്റോക്കിൻ്റെ പ്രൈസ് വർദ്ധിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ സ്വാഭാവികമായിട്ടും PE റേഷ്യോ വർദ്ധിക്കേണ്ടതാണല്ലോ. എന്നാൽ ഇവിടെ അങ്ങനെ സംഭവിച്ചില്ല. കാരണം സ്റ്റോക്കിൻ്റെ ഏർണിങ്സ് പെർ ഷെയറിലുണ്ടായ വർധനവാണ് അതിന് കാരണം. കഴിഞ്ഞ 3 വർഷത്തെ ഏർണിങ്സ് പെർ ഷെയർ ഇവിടെ കാണാം. അതായത് 2021 49.2 കിട്ടും, 2022 61.32, 2023 106.55 എന്ന ഫിഗറാണ് നമുക്ക് കാണാൻ കഴിയുക. അപ്പോൾ ഇത് കൺസിസ്റ്റൻ്റായിട്ട് വളരുകയാണ്. അപ്പോൾ ഭാവിയിൽ ഏർണിങ്സ് പെർ ഷെയർ ഇതേപോലെ വളർച്ച ഉണ്ടാകുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും ഉണ്ടാകാനുള്ള സാധ്യതയാണ് കാണുന്നത്. കാരണം ട്രെയിലിംഗ് 12 മന്ത്സിൻ്റെ സെയിൽസ് ഗ്രോത്ത് 20%, പ്രോഫിറ്റ് ഗ്രോത്ത് 53%. അപ്പോൾ ഈ ട്രെയിലിംഗ് 12 മന്ത്സിൻ്റെ ഏർണിങ്സ് പെർ ഷെയർ 130.9 അപ്പോൾ തീർച്ചയായും വലിയ ജമ്പ് തന്നെയാണ് അവിടെ കാണാൻ കഴിയുന്നത്. അപ്പോൾ ഇവിടെ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം,
സ്റ്റോക്കിൻ്റെ ഏർണിങ്സ് പെർ ഷെയർ ഗ്രോത്തിൽ വമ്പിച്ച ജമ്പ് ഉണ്ടായി, എന്നാൽ അതിന് ആനുപാതികമായിട്ട് സ്റ്റോക്കിൻ്റെ വില വർദ്ധിച്ചിട്ടില്ല. അതുകൊണ്ടാണ് PE റേഷ്യോ താഴോട്ടേക്ക് വന്നത്. അപ്പോൾ 74.4 എന്ന ഹയ്യസ്റ്റ് PEയിൽ ഈ ഐഷർ മോട്ടോഴ്സ് ട്രേഡ് ചെയ്യുന്ന സമയത്ത്, അപ്പോൾ സ്റ്റോക്കിൻ്റെ ഏർണിങ്സ് പെർ ഷെയർ ആ സമയത്ത് 39.95 ആയിരുന്നു. അപ്പോൾ ആ സമയത്ത് സ്റ്റോക്കിൻ്റെ വില ഏകദേശം 3000 രൂപയ്ക്ക് അടുത്തായിരുന്നു. അപ്പോൾ പഴയ ആ 74.4 എന്ന ഹൈ PEയിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ കഴിഞ്ഞ ഫൈനാൻഷ്യൽ 23 രേഖപ്പെടുത്തിയിട്ടുള്ള ഈ 106.55 എന്ന EPSൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഏകദേശം 8000 രൂപ വരെ പോകാനുള്ള അപ്സൈഡ് പൊട്ടൻഷ്യൽ ഈ സ്റ്റോക്കിലുണ്ട് എന്ന് മനസ്സിലാക്കാം. അതായത് ഐഷർ മോട്ടേഴ്സിൻ്റെ ഷെയർ പ്രൈസ് ഇപ്പോൾ കാണുന്ന വിലയിലൊന്നുമല്ല, അതിലും എത്രയോ മുന്നോട്ട് പോകാനുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനി മറ്റൊരു സ്റ്റോക്ക് കൂടി നോക്കാം. ഫൈനാൻഷ്യൽ സെക്ടറിലെ സൗത്ത് ഇന്ത്യ ബേസ്ഡ് ആയിട്ടുള്ള ഒരു RBI രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നോൺ ബാങ്കിങ് ഫൈനാൻസ് കമ്പനിയാണ് ചോളമണ്ഡൽ ഫൈനാൻഷ്യൽ ഹോൾഡിങ്സ് എന്ന് പറയുന്ന കമ്പനി. ഏകദേശം 20,000 കോടി മാർക്കറ്റ് ക്യാപ്പുള്ള മിഡ് ക്യാപ്പ് കമ്പനിയാണിത്. ഇതിൻ്റെ PE ഒരു ഘട്ടത്തിൽ 26 വരെ പോയിരുന്നു. സ്റ്റോക്കിൻ്റെ ഇപ്പോഴത്തെ PE വെറും 12.5 ആണ്. അതായത് ഏകദേശം 50% താഴെ അതിൻ്റെ PE വന്നിരിക്കുകയാണ്. അപ്പോൾ സ്റ്റോക്ക് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് 1021 രൂപയിലാണ്. ഇതിൻ്റെ ഓൾ ടൈം ഹൈ പോയിട്ടുള്ളത് 1296 വരെയാണ്. ഇപ്പോൾ സ്റ്റോക്കിൻ്റെ പ്രൈസ് വർദ്ധിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ PEയും വർദ്ധിക്കേണ്ടതാണ്. എന്നാൽ ഇവിടെയും ഐഷർ മോട്ടോഴ്സിൽ സംഭവിച്ചതുപോലെ അതിൻ്റെ PE റേഷ്യോ വർദ്ധിച്ചിട്ടില്ല. അതിൻ്റെ കാരണം EPSയിലുണ്ടായ വർധനവ് തന്നെയാണ്. അപ്പോൾ കഴിഞ്ഞ 4 വർഷത്തെ ഏർണിങ്സ് പെർ ഷെയർ നമുക്ക് നോക്കുകയാണെങ്കിൽ കാണാൻ കഴിയും. 2021 അത് 43.93 ആയിരുന്നു. 2022 54.49, 2023 68.71 നമുക്കിവിടെ കാണാൻ കഴിയും. അപ്പോൾ ഇവിടെയും ഐഷർ മോട്ടോഴ്സിൽ സംഭവിച്ചതുപോലെ ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള, അത്ര വലിയൊരു ജമ്പില്ലെങ്കിലും കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു ഗ്രോത്ത് ഇതിലും നമുക്ക് കാണാൻ കഴിയും. EPSയിലുള്ള ഗ്രോത്ത് ഈ ചോളമണ്ഡലം ഫൈനാൻസിൽ. അപ്പോൾ ഈ ട്രെയിലിംഗ് 12 മന്ത്സിൻ്റെ സെയിൽസ് ഗ്രോത്ത് നോക്കുകയാണെങ്കിൽ 39%, പ്രോഫിറ്റും അതേപോലെ 39%. ട്രെയിലിംഗ് 12 മന്ത്സിൻ്റെ ഏർണിങ്സ് പെർ ഷെയറിൻ്റെ ഗ്രോത്ത് 81.6 അപ്പോൾ അത് തീർച്ചയായും നല്ലൊരു ഗ്രോത്താണ് നമുക്ക് ഈ സ്റ്റോക്കിലും കാണാൻ കഴിയുന്നത്. അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം, ഏർണിങ്സ് പെർ ഷെയർ ഗ്രോത്തിൽ വമ്പിച്ചൊരു ജമ്പുണ്ടായി, എന്നാൽ അതിന് ആനുപാതികമായിട്ടുള്ള വില ചോളമണ്ഡലത്തിൽ വർദ്ധിച്ചിട്ടില്ല. അതുകൊണ്ടാണ് സ്റ്റോക്കിൻ്റെ PE താഴോട്ടേക്ക് വന്നത്. ഇപ്പോൾ 25.8 എന്ന ഹയ്യസ്റ്റ് PEയിൽ ട്രേഡ് ചെയ്യുന്ന സമയത്ത് ഈ ചോള ഫൈനാൻഷ്യൽസിൻ്റെ EPS എന്ന് പറയുന്ന ഏർണിങ്സ് പെർ ഷെയർ എന്ന് പറയുന്നത് 27.28 ആയിരുന്നു. അതായത് ആ സമയത്ത് സ്റ്റോക്കിൻ്റെ വില ഏകദേശം 700 രൂപയായിരുന്നു. അപ്പോൾ പഴയ ആ ഒരു 25.8 എന്ന ഹൈ PEയിലേക്ക് ഇനി ഈ സ്റ്റോക്ക് തിരിച്ചു വരികയാണെങ്കിൽ കഴിഞ്ഞ ഫൈനാൻഷ്യൽ ഇയർ 23 രേഖപ്പെടുത്തിയ ആ ഒരു 68.71 എന്നുള്ള ആ ഒരു ഏർണിങ്സ് പെർ ഷെയറിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്താൽ ഏകദേശം 1700 രൂപ വരെ പോകാനുള്ള ഒരു അപ്സൈഡ് പൊട്ടൻഷ്യൽ ഈ ചോള ഫൈനാൻഷ്യൽസിനുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഇങ്ങനെയുള്ള സ്റ്റോക്കുകൾ, അതായത് ഏർണിങ്സ് പെർ ഷെയർ അല്ലെങ്കിൽ EPS വർദ്ധിച്ചുകൊണ്ടിരിക്കുകയും എന്നാൽ സ്റ്റോക്കിൻ്റെ വില വലിയ തോതിൽ വർദ്ധിക്കാതിരിക്കുകയും ചെയ്യുന്ന സ്റ്റോക്കുകളാണ് നമ്മളെപ്പോഴും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട സ്റ്റോക്കുകൾ. അപ്പോൾ അത്തരം സ്റ്റോക്കുകളിൽ ബൈ എടുക്കുകയാണെങ്കിൽ അത് വളരെ സേഫ് ആയിട്ടുള്ള ഒരു എൻട്രി ആയിരിക്കും. അപ്പോൾ ഇവിടെ പരാമർശിച്ച ഈ സ്റ്റോക്കുകൾ ഒരിക്കലും ഒരു ബൈങ് റെക്കമെൻഡേഷനായിട്ട് നിങ്ങൾ എടുക്കരുത്. ഇതൊരു എഡ്യൂക്കേഷൻ പർപ്പസ് ആയിട്ട് എടുക്കുക. അതുകൊണ്ട് നിങ്ങളുടേതായ റിസർച്ച് പല സ്റ്റോക്കുകളും നടത്തി നോക്കുക. അങ്ങനെയാണെങ്കിൽ മെച്ചപ്പെട്ട ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താൻ നിങ്ങൾക്ക് സാധിച്ചേക്കും. താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.